വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരടിപൊളി ഈവനിങ് സ്നാക്ക് കണ്ടാലോ? അപ്പൊ ഇത് അരിപ്പൊടിയും പിന്നെ ഉരുളക്കിഴങ്ങില്ലേ അതും വെച്ചിട്ടുള്ള സ്നാക്കാണ്. അടിപൊളിയാണ് കേട്ടോ, ഉണ്ടാക്കി നോക്കുക എന്തായാലും. ഞാനിവിടെ പച്ചരി കുതിർക്കാൻ വെച്ചിനേനു, അത് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി ഇതിലേക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലോണം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പൊ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ടൈറ്റ് ലൂസാണ് പാടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്ത്, 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിനേനു, അതും മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ അരച്ച വെച്ച അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, ഇതിലേക്ക് മല്ലിച്ചപ്പും പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞ സവാള, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം എന്ത് ചെയ്യാം, മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇനി എന്ത് ചെയ്യാം, നമ്മൾ കുറച്ച് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് കൈ വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കൈ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ, അപ്പോൾ നല്ല ബോൾ പോലെ ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് പൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഇത് ബോൾ പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ചട്നിയോ അല്ലെങ്കിൽ സോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. സോസിൻ്റെ ആവശ്യമില്ല, പക്ഷെ ചട്നി ആയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. പിന്നെ കുട്ടികൾക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു.